എല്ലാ കൂട്ടുകാർക്കും മല്ലു സെക്ഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കുറേ ഇൻഫർമേഷൻസ്, കുവൈറ്റ് എമോഷനുമായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും കുവൈറ്റ് എമോഷനോട്ട് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ, ഇന്റർവ്യൂ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം റിപ്ലൈ ഒക്കെ വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയുടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. കുവൈറ്റ് എമോഷന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് ഈ പറഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒരു ബൾക്കായിട്ടുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. ഒരുപാട് പേർക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പാസ്സായി, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, മെയിൽ നിങ്ങൾക്ക് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കുറേ നാളൊക്കെ കാത്തിരുന്നെങ്കിലും കുറേ പേർക്ക് ഈ പറഞ്ഞ മെയിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയുടെയും താഴെ ഈ പറഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുള്ളവർ നമുക്ക് കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ് ഞങ്ങൾക്ക് മെയിൽ വരാത്തത്, ഞങ്ങൾ പാസ്സായെന്ന് ഓൾറെഡി പറഞ്ഞതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജും മെയിലും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മെയിൽ വരാൻ താമസിക്കുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫെബ്രുവരി മാസത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഇവിടുത്തെ നാഷണൽ ഡേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇവിടുത്തെ നോയമ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഡിലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ പോലെ ഓഫീസ് വർക്ക് അത്ര കാര്യക്ഷമമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെയിൽ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോക്കമിന്റെ മെയിൽ കിട്ടാനായിട്ട് ചുരുങ്ങിയത് ഒരു 2 months എങ്കിലും എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ പെർഫോമൻസ് നല്ലതായിരുന്നെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടാവാം. അവരുടെ മെയിൽ നിങ്ങളെ തേടിയെത്തുന്നുണ്ടാവാം. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലോക്കമിന്റെ മെയിൽ കിട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു സാലറി അവർ ഡിസൈഡ് ചെയ്യും. ആ ഡിസൈഡ് ചെയ്യുന്നത് ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സിന് കുറച്ച് സമയം നോർമലി എടുക്കുന്നതാണ്. അപ്പോൾ അറിയാൻ സാധിച്ച ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഇന്റർവ്യൂ കഴിഞ്ഞവർക്ക് തീർച്ചയായിട്ടും കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ മെയിൽ തേടിയെത്തും. ആ മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള പ്രോസസ്സ്, അതായത് അറ്റസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ കൂടുതലും ആൾക്കാർക്ക് സംശയം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യഥാർത്ഥ പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അയക്കുന്ന, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു സംഭവമില്ലേ, അവിടെ തൊട്ട് തുടങ്ങാം. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് അയച്ചു കൊടുക്കും. അവരാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം, നിങ്ങളെ സെലക്ട് ചെയ്തതിന് ശേഷം ആ സെലക്ട് ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് തിരിച്ച് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകും. ആ ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് വീണ്ടും മെയിലും കാര്യങ്ങളൊക്കെ അയക്കുക. ഈ പറഞ്ഞ പോലെ ലോക്കമിന്റെ മെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നീണ്ട പ്രോസസ്സ് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് വരുന്ന മെയിൽ ഐഡികൾ ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇത് പല ഡിപ്പാർട്ട്മെന്റുകളാണ് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പെർഫോമൻസ് നല്ലതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ മെയിൽ വന്നു കഴിഞ്ഞാൽ, സെലക്ഷൻ മെയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അറ്റസ്റ്റേഷനും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ വരാനായിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ എടുക്കുക എന്ന് ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് വീണ്ടും പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിങ്ങൾ ഈ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കുക. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മെയിൽ നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. മറ്റൊരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഇന്റർവ്യൂ നടക്കുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് രജിസ്ട്രേഷൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതുവരെ ഇന്റർവ്യൂവിന്റെ മെയിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനിയും ഇന്റർവ്യൂ നടക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് റിക്രൂട്ട്മെന്റുകൾ ഇപ്പോൾ ഓൾറെഡി അവർ നടത്തി കഴിഞ്ഞു. ഒരുപാട് ആൾക്കാരുടെ സെലക്ഷൻ മെയിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പേർക്ക് വിസയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. കുറേ പേരുടെയൊക്കെ വിസ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു റിക്രൂട്ട്മെന്റ്, ബൾക്കായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. പക്ഷേ എങ്കിലും ഈ പറഞ്ഞതുപോലെ റിക്രൂട്ട്മെന്റുകൾ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലുള്ള മെയിലും കാര്യങ്ങളൊക്കെ, ഇന്റർവ്യൂവിന്റെ മെയിലും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ മെയിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. നിങ്ങൾ ഓവറായിട്ട് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള മെയിൽ ഐ ഡി ആണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻബോക്സിലും അതുപോലെ തന്നെ നിങ്ങളുടെ സ്പാമിലൊക്കെ മെസ്സേജുകൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം കൂടെ
ഓർത്തിരിക്കുക കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മൂന്നാമത്തെ പോയിന്റ് ആണ്. ഇപ്പൊ കുറെ പേർക്കൊക്കെ വിസയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വിസ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ ക്ലിയർ ചെയ്യുക എന്നുള്ള കാര്യമാണ്. മെഡിക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മെഡിക്കൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്റേയുടെ ഇഷ്യൂസ് അവർ പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഡോട്ടോ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ തന്നെ നിങ്ങളെ അവർ റിജക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ അവർ ഇറക്കിയിട്ടുണ്ട്. എല്ലാ സെന്ററുകളിലും അങ്ങനെ തന്നെയാണ്. ഒരു സെന്ററും വ്യത്യാസമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജെന്യൂൻ ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ ക്ലിയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കോൾഡോ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഫിസിഷ്യനെ കാണിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ഈ പറഞ്ഞ എക്സ്റേ എടുക്കാനായിട്ട് അവിടെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു എക്സ്റേ തന്നെത്താനെ എടുത്ത് ഈ പറഞ്ഞ ഡോക്ടറെ കാണിച്ച് കൺഫേം ചെയ്തതിനൊക്കെ ശേഷം മാത്രം നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ വിസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ക്ലിയർ ചെയ്യുക, അതുപോലെ തന്നെ PCCയും കാര്യങ്ങളൊക്കെ എടുത്ത് PCC അറ്റസ്റ്റേഷന് വേണ്ടി കൊടുക്കുക. അറ്റസ്റ്റേഷൻ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ നമുക്ക് വിസ വന്നിരിക്കുന്ന മെയിലിലേക്ക് ഒരു SDU എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു മെയിൽ ഐ ഡി ഉണ്ട്. ആ മെയിൽ ഐ ഡിയിലോട്ട് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു 1 മന്തിനുള്ളിൽ തന്നെ, വിസ വന്നതിന് ഒരു 1 മന്തിനുള്ളിൽ തന്നെ ആ ഒരു മെയിലിൽ നിന്ന് നമുക്കൊരു മെയിൽ അവർ അയക്കുന്നതാണ്. നിങ്ങളുടെ ഇത് തിരിച്ചയക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് അയക്കുന്നതാണ്. അപ്പോൾ വിസ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ പറഞ്ഞ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇത് പറഞ്ഞ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസുമാണ്. ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരിലും എത്തിക്കാനായിട്ട് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കാതിരിക്കുക. പുതിയ ഇൻഫർമേഷൻസ് ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.